എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അങ്ങനെ നാട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് 2 ദിവസമായി, പക്ഷെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ ടയേർഡായി. കാരണം നാട്ടിൽ പോയിട്ടും യാത്രകളൊക്കെ തന്നെയായിരുന്നു. 2 ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബാംഗ്ലൂർ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ ഓംലേറ്റ് ആണ്. പൊട്ടറ്റോ ഓംലേറ്റ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലേറ്റ് ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇത് തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ നല്ല തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ടും വരും. ഇതുപോലെ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഈ പൊട്ടറ്റോ ഓംലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണം ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അധികം അളവിലുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കനം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാലും കുഴപ്പമില്ല, പക്ഷെ കനം കുറച്ചിട്ട് ആവണമെന്ന് മാത്രം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കളർ മാറാൻ സാധ്യതയുണ്ട്. ഇനി ഞാനിവിടെ 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. സവോള ഒരുപാട് അളവിൽ വേണ്ട. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ സവോളയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകാണ് കേട്ടോ മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് തന്നെയാണ്. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പച്ചമുളകും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇത് മതി കേട്ടോ. ഇതിലേക്ക് നമുക്കിനി മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. അപ്പോഴേക്കും സവോളയും നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ടാവും. അത്യാവശ്യം കുറച്ച് ഓയിൽ വേണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട്. അതായത് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇത്രയും നേരം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ കേട്ടോ. അത്യാവശ്യം ഫ്രൈ ആയിട്ട് വരുന്നത്. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ഞാനിതിലേക്കിപ്പോൾ 4 വലിയ മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളകില്ലേ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചമുളകില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിൽ ഇപ്പോൾ മുട്ട ആവശ്യത്തിന് ഉണ്ട്. ഇതുപോലെ ആവശ്യത്തിന് മുട്ട വേണം കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കരുത്. നമ്മൾ കുറച്ച് സമയം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് ഈ മുട്ട കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇത് മതി. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഉണ്ടാക്കാം. ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓംലേറ്റ് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്ത സെയിം കടായി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കടായോ അല്ലാന്നുണ്ടെങ്കിൽ പാൻ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഇതുപോലെ കുറച്ച് കുഴിയുള്ള ടൈപ്പ് പാൻ ഉപയോഗിക്കാം. ഏത് പാത്രം ഉപയോഗിച്ചാലും അതിൻ്റെ അടിഭാഗം കുറച്ച് കട്ടി ഉണ്ടാവണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഈ സമയത്ത് ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഓംലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകുന്നോ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പാത്രത്തിന് കട്ടി കുറവാണ് അങ്ങനെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ കടായിയുടെ അടിയിൽ പഴയൊരു തവ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ കടായി വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ തീരെ കരിഞ്ഞു പോവില്ല. കാരണം ഇതിനിപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ടല്ലോ. പിന്നെ ഇതിലിപ്പോൾ മുട്ട മാത്രം കുക്കായിട്ട് വന്നാൽ മതി. ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി കുക്കായിട്ട് വന്നത് തന്നെയാണല്ലോ. ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതുവരെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് സമയം കുക്കിംഗ് ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം അടിഭാഗം കരിയണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചെടുത്തെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള കാരണം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ പൊട്ടിയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അപ്പുറത്തെ ഭാഗം കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തിരിച്ചിട്ടിട്ടും കുക്ക് ചെയ്തെടുക്കണത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൊട്ടറ്റോ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് തിക്നെസ് കൂടുന്നതിനനുസരിച്ച് കുക്കായിട്ട് വരാൻ കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ടോ. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ
കഴിക്കാൻ നല്ല അടിപൊളി തന്നെയാണ്. നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. സ്റ്റിക്കർ ഉണ്ടോ? ഈ കാണുന്നത് ബാംഗ്ലൂര് ഞങ്ങള് വാങ്ങിച്ച അപ്പാർട്ട്മെന്റ് ആണ്. വാങ്ങിച്ചാന്ന് പറയുമ്പോൾ 3 വർഷം മുമ്പ് ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അത് പൊസിഷൻ ആവണത് കേട്ടോ. അന്ന് കൺസ്ട്രക്ഷൻ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കീ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയത്.